നമസ്കാരം. പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റിനെതിരെ CPM പ്രതിഷേധം. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ CPMന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം. കേരളത്തെ പരിഗണിക്കാത്ത കേന്ദ്ര ബജറ്റ് മലയാളികളോടുള്ള വെല്ലുവിളി മാത്രമല്ല, രാജ്യത്തിന്റെ ഭരണഘടനയോട് കാണിക്കുന്ന വെല്ലുവിളിയാണെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. കേരളം എന്ന പേരില്ലാത്ത ആദ്യ കേന്ദ്ര ബജറ്റാണിതെന്നും AK ബാലൻ. തൃശൂർ പൂരം എക്സിബിഷന് വെല്ലുവിളിയായി സമാന്തര പ്രദർശനം നടത്താനൊരുങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പ്രദർശനത്തിന് സമാന്തരമായി എക്സിബിഷൻ നടത്താൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് നീക്കം തുടങ്ങി. പ്രദർശനത്തിനായി ബോർഡ് ടെൻഡർ ക്ഷണിച്ചു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ചും പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നത് സംബന്ധിച്ചും വിലയിരുത്താൻ മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ യോഗം ചേർന്നു. പട്ടാമ്പിയിൽ യാതൊരു കാരണവശാലും കുടിവെള്ളം മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന് MLA നിർദ്ദേശം. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കാനും യോഗത്തിൽ തീരുമാനം. പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡ് നവീകരണത്തിന് ഭരണാനുമതി. റോഡ് നവീകരിക്കുന്നത് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി. പാത നവീകരണം 6 കോടി രൂപ ചെലവിൽ. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ്. മുണ്ടൂർ കീഴ്പ്പാടം വാർഡിൽ LDFന് ഉജ്ജ്വല വിജയം. CPMലെ PB പ്രശോഭ് വിജയിച്ചത് 346 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. കുന്നംകുളം ചൊവ്വന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനത്തിനിടെ പടക്കത്തിൽ നിന്ന് തീപ്പൊരി തെറിച്ചു വീണ് പറമ്പിലെ ഉണങ്ങിയ പുല്ലിൽ തീപിടിച്ചു. പത്തിരിപ്പാല ടൗണിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം നടപ്പിലാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആവശ്യമുയർന്നത് സൗഹൃദവേദി പത്തിരിപ്പാല ഏരിയ പ്രവർത്തക സമിതി യോഗത്തിൽ. തരം താഴ്ത്തപ്പെട്ട മങ്കര റെയിൽവേ സ്റ്റേഷനെ കാളിക്കാവ് റെയിൽവേ ഗേറ്റിനു സമീപത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നും ആവശ്യം. മഹാശിവരാത്രി ആഘോഷത്തിന് നാടൊരുങ്ങി. ക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികൾ. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ ലക്ഷം നെയ്ദീപ സമർപ്പണത്തിന് ഒരുക്കങ്ങളായി. വാർത്തകൾ വിശദമായി. കേരളത്തെ പരിഗണിക്കാത്ത കേന്ദ്ര ബജറ്റ് മലയാളികളോട് കാണിക്കുന്ന വെല്ലുവിളി മാത്രമല്ല, രാജ്യത്തിന്റെ ഭരണഘടനയോട് കാണിക്കുന്ന വെല്ലുവിളിയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. കേരളം എന്ന പേരില്ലാത്ത ആദ്യ കേന്ദ്ര ബജറ്റാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM നടത്തിയ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു AK ബാലൻ. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണന, വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിൽ കേന്ദ്രം കേരളത്തോട് കാണിച്ച അവഗണന എന്നിവയ്ക്കെതിരെയാണ് CPMന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത്. നിരവധി പേർ പങ്കെടുത്ത സമരം പ്രതിഷേധമിരമ്പി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഉപരോധം ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ പരിഗണിക്കാത്ത കേന്ദ്ര ബജറ്റ് മലയാളികളോട് കാണിക്കുന്ന വെല്ലുവിളി മാത്രമല്ല, രാജ്യത്തിന്റെ ഭരണഘടനയോട് കാണിക്കുന്ന വെല്ലുവിളിയാണിതെന്നും AK ബാലൻ പറഞ്ഞു. കേരളം എന്ന പേരില്ലാത്ത ആദ്യ കേന്ദ്ര ബജറ്റാണിതെന്നും AK ബാലൻ പറഞ്ഞു. കേരളം എന്ന ഒരു പേരില്ലാത്ത ആദ്യത്തെ ബജറ്റാണ്. സ്വാഭാവികമായും ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാട് എന്ന ഒരു പേര് പോലും ബഡ്ജറ്റിന്റെ ഭാഗമായി കാണാൻ നമുക്ക് സാധിച്ചില്ല. ഇത് കേരളത്തോട് കാട്ടുന്ന, കേരളത്തിലെ മലയാളികളോട് കാട്ടുന്ന ഒരു വെല്ലുവിളി മാത്രമല്ല, ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. CPM നേതാക്കളായ NN കൃഷ്ണദാസ്, P മമ്മിക്കുട്ടി MLA, KS സലീഗ, EN സുരേഷ് ബാബു, M ഹംസ തുടങ്ങിയ നേതാക്കളും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പൂരം എക്സിബിഷന് വെല്ലുവിളിയായി സമാന്തര പ്രദർശനം നടത്താൻ ഒരുങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പൂരപ്രദർശനത്തിന് സമാന്തരമായാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പൂരപ്രദർശനത്തിന് നീക്കം തുടങ്ങിയത്. പ്രദർശനത്തിനായി ദേവസ്വം ബോർഡ് ടെൻഡർ ക്ഷണിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ഇതുവരെയില്ലാത്ത ഉത്തരവ് പുറത്തിറക്കിയത്. നിലവിൽ തൃശൂർ പൂരം നടത്തിപ്പിനായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വരുമാനം കണ്ടെത്തുന്നത് പൂരം പ്രദർശനത്തിലൂടെയാണ്. ഇതിന് സമാന്തരമായാണ് മറ്റൊരു പ്രദർശനം നടത്തുന്നതിനുള്ള ടെൻഡർ കൊച്ചിൻ ദേവസ്വം ബോർഡ് വിളിച്ചത്. ദേവസ്വം ബോർഡ് അംഗങ്ങളായ MP മുരളീധരൻ, പ്രേംരാജ് ചുണ്ടലാത്ത് എന്നിവരുടെ കാലാവധി ഫെബ്രുവരി 23 അവസാനിച്ചിരുന്നു. 21 സമാന്തര പ്രദർശനത്തിന് ടെൻഡർ ക്ഷണിച്ചത്. തൃശൂർ കോർപ്പറേഷന്റെ വടക്കേ സ്റ്റാൻഡിനടുത്തുള്ള പള്ളിത്താമം ഗ്രൗണ്ടിലാണ് പ്രദർശനത്തിനുള്ള വേദിയായി തീരുമാനിച്ചിട്ടുള്ളത്.
ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 1 ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രദർശനം. പൂരപ്രദർശനമാകട്ടെ മാർച്ച് അവസാനം തുടങ്ങി മെയ് 25 അവസാനിക്കും വിധമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പൂരം പ്രദർശന തറവാടക സംബന്ധിച്ച തർക്കങ്ങൾ ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിനിടയിലാണ് പൂരം പ്രദർശനത്തിന് വെല്ലുവിളിയായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പുതിയ നടപടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ചും പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നത് സംബന്ധിച്ചും വിലയിരുത്താൻ മുഹമ്മദ് മൂസിൻ MLA നേതൃത്വത്തിൽ യോഗം ചേർന്നു. പട്ടാമ്പിയിൽ യാതൊരു കാരണവശാലും കുടിവെള്ളം മുടങ്ങാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് MLA ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകി. പട്ടാമ്പി IPT റോഡ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗതിയിലാണെന്ന് KRFB ഉദ്യോഗസ്ഥൻ യോഗത്തെ അറിയിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളായിരുന്നു യോഗം. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ചും പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനെ സംബന്ധിച്ചും വിലയിരുത്താനാണ് മുഹമ്മദ് മൂസിൻ MLA നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നത്. പട്ടാമ്പിയിൽ കുടിവെള്ളം മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന് MLA നിർദ്ദേശം നൽകി. നോമ്പ് വരാനാണ് പോകുന്നത്. പൈപ്പുകൾ ഇടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും MLA പറഞ്ഞു. ഉണ്ടാവാൻ പാടില്ല. പട്ടാമ്പി എവിക്ഷൻ കഴിയുന്നതോടുകൂടി നിങ്ങൾ പൈപ്പ് ലൈൻ ഇടുന്ന പ്രവർത്തനം നടത്തണം. പക്ഷെ പൈപ്പ് ലൈൻ ഇടുമ്പോൾ പാനലായി ഇട്ട് കഴിഞ്ഞ് വെള്ളം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ അനന്തമായി പട്ടാമ്പി ടൗണിൽ വെള്ളം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. പട്ടാമ്പി നീള ആശുപത്രി IPT റോഡ് നിർമ്മാണ പ്രവൃത്തികൾ നിലവിൽ പുരോഗമിക്കുകയാണെന്ന് യോഗത്തിൽ KRFB ഉദ്യോഗസ്ഥനായ വൈശാഖ് പറഞ്ഞു. 14.3 കിലോമീറ്റർ റോഡിൽ ഇതിനകം 11 കിലോമീറ്റർ ദൂരം BM വർക്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 5 കിലോമീറ്റർ ദൂരം ഡ്രൈനേജ് പ്രവൃത്തികളും പൂർത്തിയാക്കാനായി. പട്ടാമ്പി ടൗണിലേക്കുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് പുരോഗമിക്കുകയാണെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. BC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രൈനേജ് വർക്ക് ചെയ്യേണ്ട 5 കിലോമീറ്റർ ആകുന്നുണ്ട്. പ്രവൃത്തി നല്ല പുരോഗതിയിലാണ്. ഇപ്പോൾ നമ്മൾ കൽപ്പക മുതൽ എവിക്ഷൻ, അതായത് ടൗണിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. എവിക്ഷൻ നടപടികളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. കൽപ്പക പള്ളി മുതൽ താഴോട്ടുള്ള ഭാഗത്ത് ഇപ്പം ആ നക്ഷത്ര വരെയുള്ള ഭാഗം ഏകദേശം എവിക്ഷൻ ഒഴിപ്പിച്ച് കഴിഞ്ഞു. നിർമ്മാണത്തിലിരിക്കുന്ന പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് MLA നിർദ്ദേശം നൽകി. യോഗത്തിൽ MLAയ്ക്ക് പുറമെ ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. വിജയകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് മുണ്ടൂർ പഞ്ചായത്തിലെ കീഴ്പ്പാടം വാർഡ് LDF നിലനിർത്തി. CPM-ലെ PB പ്രശോഭ് 346 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. വാർഡിൽ LDF-ന് 732 വോട്ടും BJP-ക്ക് 386 വോട്ടും UDF സ്ഥാനാർത്ഥിക്ക് 125 വോട്ടും ലഭിച്ചു. പട്ടാമ്പി ചെറുപ്പുളശ്ശേരി റോഡ് നവീകരണത്തിന് ഭരണാനുമതി. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരിക്കുന്നത്. 8.4 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡിന് 6 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ശബരിമല തീർത്ഥാടകർക്ക് മികച്ച യാത്രാ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുത്ത റോഡുകൾ നവീകരിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ പട്ടാമ്പി മണ്ഡലത്തിൽ പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡാണ് നവീകരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡിന്റെ പട്ടാമ്പി മുതൽ ചെർപ്പളശ്ശേരി വരെയുള്ള ഭാഗമാണ് ബ്രിറ്റുമിൻ കോൺക്രീറ്റിംഗ് ചെയ്ത് നവീകരിക്കുന്നത്. 8.4 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡിന് 6 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. സംസ്ഥാനത്താകെ 67 റോഡുകളാണ് ഇത്തരത്തിൽ നവീകരിക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലെ ഒട്ടുമിക്ക റോഡുകളും നവീകരണത്തിന്റെ ഘട്ടത്തിലാണ്. കൊപ്പം വളാഞ്ചേരി റോഡ്, വല്ലപ്പുഴ മുളയങ്കാവ് റോഡ് എന്നിവ BC ഓവർലേ ചെയ്ത് മികച്ച റോഡുകളാക്കി മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ഇത്തരം റോഡുകളും പുനർനിർമ്മിക്കുന്നതിന് നടപടിയായിട്ടുണ്ടെന്ന് മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. നൂറുകണക്കിന് ആളുകളുടെ യാത്രാമാർഗമായ പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡ് BC ഓവർലേ ചെയ്ത് പുനർനിർമ്മാണം എത്രയും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും ചില റോഡുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് BC ഓവർലേ മാത്രം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് മുകളിലെ ഒരു ലെയർ മാത്രം BC ചെയ്യുന്ന പ്രവർത്തനം. എന്നാൽ ആ റോഡ് നിലനിൽക്കും, ഇനി തകരാതിരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 6 കോടി രൂപയാണ് ഇപ്പോൾ നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി 6 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്.
കൊപ്പം വളാഞ്ചേരി റോഡ് ഇതുപോലെ BC ഓവർലേ ചെയ്തതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ വല്ലപ്പുഴ മുളയങ്കാവ് റോഡ് വളരെ വെള്ളത്തിന് വേണ്ടി പൊളിച്ച് തകർന്നു കിടക്കുകയായിരുന്നു. അതും ഇപ്പോൾ BC ഓവർലേ ചെയ്തപ്പോൾ വളരെ മനോഹരമായ പുതിയ റോഡ് പോലെ ആയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പത്തിരിപ്പാല ടൗണിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം നടപ്പിലാക്കണമെന്ന് സൗഹൃദവേദി പത്തിരിപ്പാല ഏരിയ പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു. മങ്കര AH ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം രക്ഷാധികാരി മൂസ ഉമരി കല്ലൂർ ഉദ്ഘാടനം ചെയ്തു. തരം താഴ്ത്തപ്പെട്ട മങ്കര റെയിൽവേ സ്റ്റേഷൻ കാളിക്കാവ് റെയിൽവേ ഗേറ്റിന് സമീപം മാറ്റിസ്ഥാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പത്തിരിപ്പാല ടൗണിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം നടപ്പിലാക്കണമെന്ന് സൗഹൃദവേദി പത്തിരിപ്പാല ഏരിയ പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു. തരം താഴ്ത്തപ്പെട്ട മങ്കര റെയിൽവേ സ്റ്റേഷൻ കാളിക്കാവ് റെയിൽവേ ഗേറ്റിന് സമീപം മാറ്റിസ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യമായിരുന്നു. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകും. മങ്കര AH ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവർത്തക സംഗമം സൗഹൃദവേദി രക്ഷാധികാരി മൂസ ഉമരി കല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ഗതാഗതം നിയന്ത്രിക്കുന്ന സംവിധാനം ഉണ്ടാകണമെന്ന് അതുമായി ബന്ധപ്പെട്ട ഗതാഗത വകുപ്പിനും PWD ഒക്കെ ബന്ധപ്പെട്ട പഞ്ചായത്തുകൾക്കൊക്കെ നിവേദനം കൊടുക്കാൻ നമുക്ക് തീരുമാനിച്ചു. ഇതേപോലെ മങ്കരയിൽ റെയിൽവേ സ്റ്റേഷൻ ഏറെ പാരമ്പര്യമുള്ളതാണ്. അത് AICC പ്രസിഡന്റായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ ഓർമ്മയാർത്ഥം ഉണ്ടായ ഒരു മഹാസ്ഥാപനമാണ്. നല്ല ജനത്തിരക്കുള്ള സ്ഥാപനമായിരുന്നു അവിടെ. ഒരുപാട് കച്ചവടക്കാരെ പാണ്ഡികശാലകളും ഗോഡൌണുമൊക്കെ ഈ പത്തിരിപ്പാല റെയിൽവേ സ്റ്റേഷനെ ആശ്രയിച്ചുകൊണ്ട് നടന്ന കാലമുണ്ടായിരുന്നു. ചെയർമാൻ മണ്ണൂർ രാജകുമാരനെ അധ്യക്ഷനായി. PA അബൂബക്കർ, OM ഉണ്ണി, പ്രേമാജി ബിഷാരടി, സക്കീർ ഹുസൈൻ, മുബീന, ഡോക്ടർ കുഞ്ഞു മുഹമ്മദ്, ശങ്കരൻ പട്ടത്തിരിപ്പാട്, ഹനീഫ കടവത്ത്, സീന ഉണ്ണി, AH ഹബീബ, രമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി AH സൈദലവി സ്വാഗതവും വൈസ് ചെയർമാൻ KP ചാമുണ്ണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ഉരുളി മോഷണം പോയ കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ ഷൊർണൂർ CI രവികുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ഷേത്രത്തിലെത്തിച്ച് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയത്. 2024 ഏപ്രിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ചെറുതുർത്തി കോഴിമാമറമ്പ് സ്വദേശികളായ 46 വയസ്സുള്ള അയ്യപ്പൻ, 34-കാരൻ പ്രശാന്ത്, 21-കാരൻ പ്രജിത്ത് എന്നിവരാണ് ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ഉരുളി മോഷ്ടിച്ച കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലായത്. ഈ പ്രതികളെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഷൊർണൂർ CI രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. 2024 ഏപ്രിൽ മാസത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. 1 വർഷത്തോളം നീണ്ട അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടാനായത്. മോഷണം പോയ ഉരുളി കണ്ടെടുത്തായി ഷൊർണൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുന്നംകുളം ചൊവ്വന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനത്തിനിടെ പടക്കത്തിൽ നിന്ന് തീപ്പൊരി തെറിച്ചു വീണ തീപിടുത്തം. ചൊവ്വന്നൂർ പഞ്ചായത്തിന് സമീപത്തെ പറമ്പിലെ ഉണങ്ങിയ പുല്ലിലാണ് തീപിടിച്ചത്. രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് CPM പ്രവർത്തകരാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. പഞ്ചായത്തിനു മുന്നിൽ പടക്കം പൊട്ടിച്ച് ആഘോഷത്തിന് തുടക്കം കുറിച്ചു. ഇതിനിടയിൽ പടക്കത്തിൽ നിന്ന് തീപ്പൊരി സമീപത്തെ പറമ്പിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തീ ആളിപ്പടരുന്നത് കണ്ടതോടെ CPM പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ വന്നതോടെ കുന്നംകുളം ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ഒടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത്. സമീപത്തെ ഹോട്ടലിലേക്ക് തീ പടരാതിരുന്നതിനാൽ വലിയ ദുരന്തമൊഴിവായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് യൂണിറ്റ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും കൊളപ്പള്ളിയിൽ നടന്നു. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും കുളപ്പള്ളി ഗസീബോ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഏത് സംഘടനയുടെയും സജീവമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പിന്നീട് അതിന് മാന്യമോ കാര്യമൊക്കെ വന്നാൽ രണ്ടാമത് അതിനൊന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ശക്തമായ ഇടപെടൽ അനിവാര്യമായി തീരുന്നു. അപ്പോൾ അതുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ ജനറൽ ബോഡി വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഈ ജനറൽ ബോഡി അതിൻ്റെ അർത്ഥത്തിലും ഗൗരവത്തിലും എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിലെ പങ്കാളിത്തം സാക്ഷ്യപ്പെടുത്തുന്നത്. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ്
ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒറ്റപ്പാലം താലൂക്ക് വ്യവസായ ഓഫീസർ ബൈജു, സുനിൽ ജോസഫ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. PG ജമേഷ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുരുഷോത്തമൻ, CP ജയൻ, പ്രദീപ്, ശശി, നാരായണൻ, ഉമ്മർ, ചന്ദ്രൻ, M പ്രഹ്ലാദൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ കമ്മിറ്റി അംഗങ്ങളുടെയും ഭാരവാഹികളുടെയും തെരഞ്ഞെടുപ്പും ഉണ്ടായി. ന്യൂസ് സെന്റർ ഷൊർണൂർ. കോങ്ങാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിലേക്ക് ഫർണിച്ചറുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ലയൺസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ KM അഷ്റഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. SMEM ALP സ്കൂൾ നമ്പുളിപ്പുര, GWLP ലേബർ സ്കൂൾ, PBUP സ്കൂൾ പാറശ്ശേരി, ലക്ഷ്മിനാരായണ സരസ്വതി വിദ്യാലയം കുനിപ്പാറ, ചെറായ ഈസ്റ്റ് LP സ്കൂൾ എന്നീ 5 വിദ്യാലയങ്ങൾക്കാണ് ഫർണിച്ചറുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തത്. ചടങ്ങുകളുടെ ഉദ്ഘാടനം ലയൺസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ KM അഷ്റഫ് നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബുകാർ വന്നു, ഇവിടെ ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു, കുറച്ച് ചെയറൊക്കെ തന്നു പറയുമ്പോൾ എന്താണ് ലയൺസ് ക്ലബ്ബ് എന്നുള്ളത് നിങ്ങൾ അച്ഛനോട് അമ്മോട് പറഞ്ഞു കൊടുക്കണം. ഈ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ്. 50,000 ഒരു ക്ലബ്ബാണ് കോങ്ങാട് ലയൺസ് ക്ലബ്ബ്, ഒരു സിംഗിൾ ക്ലബ്ബ്. ഇവർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടൊന്നും, നിങ്ങൾക്ക് ചെയർ മേടിച്ചാലുള്ള ഫണ്ടോ കാര്യങ്ങളൊന്നും ഇന്റർനാഷണലിനോ മറ്റുള്ളവർക്കൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇത് ചെയ്യണമെന്നില്ല, ഇവിടുത്തെ കുറച്ച് മെമ്പേഴ്സ് സഹകരിച്ചുകൊണ്ട് തുടങ്ങിയ ഈ ഓർഗനൈസേഷന് അവർ പരസ്പരം ഷെയർ ചെയ്തെടുക്കുന്ന അവരുടെ ജീവിതത്തിൽ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗമാണ് ഇന്ന് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഈ സ്കൂളിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഈ സ്കൂളിലെ കുട്ടികളുടെ സൗകര്യത്തിന് വേണ്ടി ഇന്നിവിടെ സമർപ്പിക്കുന്നത്. ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് കോങ്ങാട് പ്രസിഡന്റ് VT ദേവദാസ് അധ്യക്ഷനായി. CK സുകുമാരൻ മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു. വാടങ്കം P കൃഷ്ണൻകുട്ടി പഠനോപകരണങ്ങൾ വിദ്യാലയത്തിനു വേണ്ടി ഏറ്റുവാങ്ങി. ഇന്റർനാഷണൽ ചെസ് ടൂർണമെന്റിൽ വിജയിച്ച VA അബ്ദുൽ ഖാദറിനെ പഞ്ചായത്ത് അംഗം P കൃഷ്ണൻകുട്ടി ഉപഹാരം നൽകി അനുമോദിച്ചു. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ കണ്ണൻ, രാജൻ, PTA പ്രസിഡന്റ് പ്രകാശ് കുമാർ, നാരായണൻകുട്ടി മാസ്റ്റർ, അധ്യാപിക CA സീനത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വത്രപ്പാല. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി ആടുകളെ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വനിതകൾക്ക് ഉപജീവനമാർഗം എന്ന ലക്ഷ്യത്തോടെ 2024-2025 സാമ്പത്തിക വർഷത്തിൽ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. 5,60,000 രൂപ ചെലവഴിച്ച് ആദ്യഘട്ടത്തിൽ 44 വനിതകൾക്കും രണ്ടാം ഘട്ടത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 12 വനിതകൾക്കുമായാണ് ആടുകളെ വിതരണം ചെയ്തത്. ആടുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ഇൻഷുറൻസ് തുകയായി 2,000 രൂപയും ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് 75%, ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 50% സബ്സിഡിയും നൽകിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. വിതരണോദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ കോട്ടായി വെറ്ററിനറി സർജൻ ഡോക്ടർ റഷീദ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ പരുത്തിപ്ര TMS LP സ്കൂൾ 72ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന പ്രധാന അധ്യാപിക രാധാമണിക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് രാവിലെ സ്കൂൾ അങ്കണത്തിൽ PTA പ്രസിഡന്റ് P ദിലീപ് പതാക ഉയർത്തി. തിങ്കളാഴ്ച വൈകുന്നേരം നടന്ന വാർഷിക പൊതുയോഗം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. അതിന് സർവീസ് റോഡ് വേണം, അതുപോലെ തന്നെ KER വേണം. അങ്ങനെ പരിഷ്കരിച്ചിട്ടാണ് ഇന്നത്തെ നിലയിൽ എത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ പിരിയുന്ന 37 കൊല്ലത്തെ സർവീസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ടീച്ചർ ഇന്ന് പിരിയുന്നത്. 37 കൊല്ലം എന്ന് പറഞ്ഞാൽ ചെറുതല്ലല്ലോ. 56 വയസ്സിൽ പിരിയണം. 37 കൊല്ലം ജോലി എടുക്കുക പറഞ്ഞാൽ 19 വയസ്സിൽ സർവീസിൽ കയറിയെന്നാണ്. അല്ലേ, 19 വയസ്സിൽ കയറി. അത് ഈ വിദ്യാലയത്തിലാണ് മഹാഭൂരിപക്ഷം 36 കൊല്ലം വരെ ചെലവഴിച്ചിരുന്നത്. അവരുടെ മുമ്പത്തെ തലമുറയെ സംബന്ധിച്ച് പരിശോധിച്ചാൽ അതിനേക്കാൾ പ്രയാസകരമേറിയ ഒരു സ്ഥിതിയിലാണ്. ഒരു കാലത്ത് അധ്യാപകന്റെ ജോലി എടുക്കാനൊന്നും ആളെ കിട്ടിയിരുന്നില്ല, മാഷപ്പണിക്ക് ആളെ കിട്ടിയിരുന്നില്ല. സേവനം എന്നുള്ളവർക്കാണ് പറയാനുള്ളത് ഈ ജോലിക്ക് വന്നത്. 150-200 കൊല്ലം മുമ്പ് വിദ്യാലയം എടുക്കുമ്പോൾ ശമ്പളമില്ല, സേവനകരണ വസ്തുവില്ല, ശമ്പളം പ്രതീക്ഷിച്ചിട്ടല്ല, ആനുകൂല്യം പ്രതീക്ഷിച്ചിട്ടല്ല, DA പ്രതീക്ഷിച്ചിട്ടല്ല, ബോണസ് പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. മഹാനുഭവന്മാരായ കുറെ ആളുകൾ, മനുഷ്യസ്നേഹികളായ ആളുകൾ തങ്ങളെപ്പോലെ മറ്റുള്ളവരും അക്ഷരജ്ഞാനമുള്ളവരാക്കി മാറ്റണം. അതുകൊണ്ട് അക്ഷരം പഠിക്കാൻ തയ്യാറുള്ളവർക്ക് ഞങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട വിദ്യാലയങ്ങൾ.
ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി P. സിജു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. സീനിയർ അസിസ്റ്റന്റ് മൈമുന സയ്യിദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിരമിക്കുന്ന പ്രധാനാധ്യാപിക രാധാമണി ടീച്ചർക്കുള്ള ഉപഹാര സമർപ്പണം P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. മുൻ മാനേജർമാരെ ചടങ്ങിൽ ആദരിച്ചു. എൻഡോവ്മെന്റ് വിതരണം ഷൊർണൂർ AEO BT ബിന്ദു നിർവഹിച്ചു. നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണകുമാർ, കൗൺസിലർ P. ദിലീപ്, മുൻ നഗരസഭാ ചെയർമാൻ M. നാരായണൻ, മുൻ കൗൺസിലർ പുഷ്പലത, ഷൊർണൂർ BPC അജോയ് ശങ്കർ, മുൻ പ്രധാനാധ്യാപകൻ രാജൻ മാസ്റ്റർ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ഡോക്ടർ നീരജ്, സംഘാടക സമിതി രക്ഷാധികാരി MC ശങ്കരൻ, SSG പ്രതിനിധി ഖലീൽ, PTA വൈസ് പ്രസിഡന്റ് MP ശോഭ എന്നിവർ പ്രസംഗിച്ചു. രാധാമണി ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ, കലാമണ്ഡലം അധ്യാപകൻ സുരേഷ് കാളിയത്തിന്റെ ഓട്ടൻതുള്ളൽ എന്നിവയുമുണ്ടായി. സ്കൂൾ മാനേജർ TK പ്രീത സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പട്ടാമ്പിയിൽ സൊലസ് പാലക്കാട് 9ാം വാർഷികം ആഘോഷിച്ചു. മുഹമ്മദ് മുഹസിൻ MLA വാർഷികം ഉദ്ഘാടനം ചെയ്തു. സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. സൊലസ് പാലക്കാടിന്റെ 9ാം വാർഷികം പട്ടാമ്പി പിഷാരസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായി ആഘോഷിച്ചു. വാർഷികം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ആലങ്കോട് ലീലാകൃഷ്ണൻ, ഷീബ അമീർ, K. ബാബു, ദിവാകരൻ, അനു സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആ ആർജവം നമുക്ക് എപ്പോഴുമുണ്ട്. പട്ടാമ്പി എന്ന വള്ളുവനാടൻ ഗ്രാമം ഒരുപാട് സാംസ്കാരികമായും സാഹിത്യപരവുമായും ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു ഗ്രാമം. ലോകത്താദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ, ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നപ്പോൾ, തുടർന്ന് ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെ പ്രസിദ്ധരായ ഭവിൻ, നവനീത എന്നിവർ നയിച്ച സംഗീത വിരുന്നുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. NSS ആചാര്യൻ മന്തത്ത് പത്മനാഭന്റെ 55ാം ചരമവാർഷികം കോട്ടായി വറോഡ് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. റിട്ടയർഡ് ജില്ലാ ജഡ്ജ് നന്ദന കൃഷ്ണൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കോട്ടായി വറോഡ് NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വറോഡ് കരയോഗം ഹാളിൽ വെച്ചാണ് മന്നത്ത് പത്മനാഭന്റെ 55ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചത്. പക്ഷേ ഞാനിപ്പോൾ നമ്മുടെ മാഷ് പറഞ്ഞു ഈ കാര്യങ്ങളെ പറ്റിയിട്ടെല്ലാം മന്നത്ത് ആചാര്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ ആദ്യകാലം മുതൽ അവസാന കാലം വരെയുള്ളതും അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ സമുദായത്തിനെ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തിയ യത്നങ്ങളെക്കുറിച്ചും ദീർഘമായിട്ട് അദ്ദേഹം പ്രസംഗിച്ചു. അതുകൊണ്ട് എനിക്ക് ആ സബ്ജക്റ്റിലേക്ക് കിടക്കാനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ ശരിയായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ കാഞ്ഞൂർ വീട്ടിൽ ശിവൻ മരണപ്പെട്ടതിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ ഞാൻ സോമേട്ടനെ കണ്ടു സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് വരാനൊരു വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ മീഡിയേഷൻ ഉണ്ടാവും നമ്മുടെ പാലക്കാട് ജില്ലാ കോടതിയിൽ. അപ്പോൾ അദാലത്തുണ്ട്. അപ്പോൾ അദാലത്തിലിരിക്കണം. അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ വരാൻ പറ്റില്ല. ഏതെങ്കിലും തരത്തിൽ എനിക്ക് വരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരും. നിങ്ങൾ വിളിക്കുകയൊന്നും വേണ്ട, വിളിക്കേണ്ട തന്നെ സോമേട്ടൻ എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻ എനിക്ക് അയച്ചു തരാറുണ്ട്. കരയോഗം പ്രസിഡന്റ് KN ബാലസുബ്രഹ്മണ്യൻ മാസ്റ്റർ അധ്യക്ഷനായി. സെക്രട്ടറി സോമകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. രാജശേഖരൻ, മധുകുന്നത്ത്, K. ശ്രീലേഖ, ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. കരയോഗം ജോയിന്റ് സെക്രട്ടറി KP കൃഷ്ണകുമാർ സ്വാഗതവും C. അജിത നന്ദിയും പറഞ്ഞു. നേരത്തെ KN ബാലസുബ്രഹ്മണ്യൻ മാസ്റ്റർ പതാക ഉയർത്തി. ന്യൂസ് ബ്യൂറോ കോട്ടായി. മഹാശിവരാത്രി ആഘോഷത്തിനൊരുങ്ങി പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രം. ലക്ഷം നെയ്ദീപ സമർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ശിവരാത്രിയോടനുബന്ധിച്ച് ബുധനാഴ്ച വൈകുന്നേരം സംഗീതജ്ഞൻ ശരത്ത് നയിക്കുന്ന ഗാനസന്ധ്യ അരങ്ങേറും. ശിവരാത്രി ആഘോഷത്തിനും ലക്ഷം നെയ്ദീപ സമർപ്പണത്തിനും പട്ടാമ്പി
കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ബുധനാഴ്ച രാവിലെ വിശേഷ പൂജകളോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. ആയിരങ്ങളാണ് കൈത്തളി ശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കുക. ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങാണ് ലക്ഷം നെയ്ദീപ സമർപ്പണം. വൈകുന്നേരം ക്ഷേത്രപരിസരത്ത് സജ്ജമാക്കിയ 1,11,111 ചിരാതുകളിൽ ദീപം തെളിയിക്കും. ശിവമന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിലെ നെയ്ദീപ സമർപ്പണത്തിന് നിരവധി പേർ ക്ഷേത്രത്തിലെത്തും. ദീപാരാധനയ്ക്ക് ശേഷം വേദിയിൽ പ്രശസ്ത സംഗീതജ്ഞൻ ശരത് അവതരിപ്പിക്കുന്ന സംഗീതസാഗരം അരങ്ങേറും. കൈത്തളി ശിവരാത്രി നാളിലെ ലക്ഷനേദീപം എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം ഫെബ്രുവരി 26 ബുധനാഴ്ച ആഹ്ലാദപൂർവ്വം നടത്തുകയാണ്. കൃത്യമായും 6 സോണുകളാക്കി തിരിച്ച് 1,11,111 ദീപങ്ങൾ ജ്വലിക്കത്തക്ക വിധം സംവിധാനം ചെയ്ത്, ഗാലറികളിൽ സംവിധാനം ചെയ്ത് സ്ഥിരമായി നമ്മൾ നടത്തിപ്പോരുന്ന വിധത്തിൽ തന്നെ ഈ വർഷവും ആഘോഷം നടത്തുകയാണ്. ലക്ഷനേദീപം ആദ്യ ദീപം ജ്വലിപ്പിക്കുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രം പാരമ്പര്യ മേൽശാന്തി ആയിട്ടുള്ള സത്യധർമ്മൻ അടികളാണ്. 6:15 ആദ്യ ദീപം ജ്വലിക്കും. തുടർന്ന് എല്ലാ സോണുകളിലും ഉള്ള ഫയർ പോയിന്റുകളിൽ ഇത് ജ്വലിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7200 പന്തങ്ങൾ ജനങ്ങൾക്കിത് കത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ കല്ലിപ്പാടം ഇരട്ടമ്പലം റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി. ക്ഷേത്ര മേൽശാന്തി ശ്രീലാൽ നമ്പൂതിരി റോഡ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പറളി TAGB LP സ്കൂൾ 109ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K. രേണുകാദേവി ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇങ്ങനെ രാവിലെ ഒരു വാർഷികമൊക്കെ വെച്ചാൽ വേണ്ടത്ര ആളുകൾ പങ്കെടുക്കാത്തൊരവസ്ഥ ഉണ്ടാവും. ഞങ്ങൾ പോകുന്ന വിദ്യാലയങ്ങളിലൊന്നും രാവിലത്തെ വാർഷികത്തിന് അധികം ആളുകളെ കാണാറില്ല. പക്ഷെ ഇവിടെ അത്യാവശ്യം നിറയെ ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വാർഷികം വൈകുന്നേരമാണ് വെക്കുന്നതെന്ന് വിചാരിക്കുക, എന്തായിരിക്കും അവസ്ഥ? ചടങ്ങിൽ പഞ്ചായത്ത് അംഗം മൃണാളിനി അധ്യക്ഷയായി. BPO അജിത്ത് മുഖ്യാതിഥിയായിരുന്നു. AOP ബിന്ദു വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. രക്ഷാകർത്താക്കൾക്കുള്ള സമ്മാനം റിട്ടയർഡ് പ്രധാനാധ്യാപകൻ സോമശേഖരൻ മാസ്റ്റർ വിതരണം ചെയ്തു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. മജീദ് മാസ്റ്റർ, ബഷീർ മാസ്റ്റർ, വേണു മാസ്റ്റർ, സുലേഖ ടീച്ചർ, ഉമാദേവി ടീച്ചർ, MTA പ്രസിഡന്റ് സബ്ന, സ്കൂൾ പ്രധാനാധ്യാപിക K. നന്ദിനി, PTA പ്രസിഡന്റ് ഷംല എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി പെൻഷൻ ഭവനിൽ മധു മാസ്റ്റർ ചരമദിന അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം M. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക പ്രസ്ഥാനത്തിന്റെയും KSSPUവിന്റെയും സമുന്നത നേതാവായിരുന്ന K. മധുസൂദൻ മാസ്റ്റർ 9ാം അനുസ്മരണ വാർഷിക ദിനാചരണ പരിപാടിയാണ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി പെൻഷൻ ഭവനിൽ നടന്ന യോഗം KSSPU ജില്ലാ കമ്മിറ്റി അംഗം M. രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർമെന്റ് വരെ ജീവിതത്തിലുടനീളം പരസ്പരം ചിലപ്പോൾ പോരടിച്ചും ചിലപ്പോൾ യോജിച്ചും ഒക്കെ സമരം നടത്തിയ ആളുകളാണ്. 78-ലെ സമരം യോജിച്ച സമരമായിരുന്നു. അങ്ങനെ തുടങ്ങിയ 82-ലെ സമരം അതിലൊക്കെ വിയോജിപ്പുണ്ടായിരുന്നു. പിന്നീട് യോജിച്ച സമരം നടക്കുന്നത് 2002 അതിന് മുമ്പ് പ്രത്യേകം. അങ്ങനെ പരസ്പരം യോജിച്ചും വിയോജിച്ചും നേരത്തെ ഉണ്ണീഷൻ പറഞ്ഞതുപോലെ നടന്നിരുന്ന ആളുകൾ, ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകൾ പോലും പരസ്പരം വ്യത്യസ്തമായ സംഘടനയിൽ വ്യത്യസ്തമായ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരസ്പരം വീട്ടിൽ വന്നാൽ കുഴപ്പമൊന്നുമില്ലെങ്കിലും പരസ്പരം വ്യത്യസ്തമായ രീതിയിലുള്ള ആശയ പ്രചരണത്തിന്റെ ഘട്ടത്തിൽ നേതാക്കന്മാരായി നിന്ന ആളുകളാണ്. KSSPU പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് M. രാമേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K. M. ഉണ്ണികൃഷ്ണൻ, ജില്ലാ ബ്ലോക്ക് നേതാക്കൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ NSS കരയോഗത്തിൽ 55ാമത് മന്നം സമാധി ദിനം ആചരിച്ചു. പുഷ്പാർച്ചന, ഭജന, നാമജപം, ഉപവാസം എന്നിവയുണ്ടായി. ഭാരവാഹികളായ CN ഭവദാസനുണ്ണി മാസ്റ്റർ, KP രാധാകൃഷ്ണൻ, രാമചന്ദ്രൻ നായർ, ലേഖ രമേശ്, TM ഇന്ദിര തുടങ്ങിയവർ നേതൃത്വം നൽകി.
പ്രതിജ്ഞയെടുത്താണ് ഉപവാസം അവസാനിപ്പിച്ചത്. മല്ലിശ്ശേരി സേതുമാധവൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. MTയെ പോലെ പട്ടാമ്പിക്ക് മറക്കാൻ കഴിയാത്ത മഹാന്മാരെ എന്നും ഓർക്കാൻ പട്ടാമ്പിയിൽ സ്മാരകങ്ങൾ ഉയരണമെന്ന് കവി P. രാമൻ. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂൾ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ MT അനുസ്മരണം നടത്തുകയായിരുന്നു P. രാമൻ. നഗരസഭാ ഉപാധ്യക്ഷൻ TP ഷാജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് C. റാസി അധ്യക്ഷത വഹിച്ചു. A. ശാസ്ത്ര ശർമ്മൻ, N. രാജൻ, K. വിജയൻ, KR നാരായണസ്വാമി തുടങ്ങിയവർ സംസാരിച്ചു. ലിബർട്ടി സ്ട്രീറ്റ് മാത്രമല്ല, ഏത് പട്ടാമ്പിയിലെ ഏത് തെരുവും അങ്ങനെയൊക്കെ തന്നെയാണ്. ലിബർട്ടി സ്ട്രീറ്റ് പട്ടാമ്പി 1000 മടക്കുള്ള ബ്യൂഗിൾ ഈ ഇടവഴി, 1000 മടക്കുള്ള ബ്യൂഗിൾ ഈ ഇടവഴി. ബ്യൂഗിൾ കണ്ടിട്ടുണ്ട് പട്ടാമ്പിക്കാർക്ക് അറിയാം, നേർച്ച സമയത്ത് വരുന്ന 1000 മടക്കുള്ള ബ്യൂഗിൾ ഈ ഇടവഴി. ഒരറ്റത്ത് നിന്ന് അവസാന വഴി നടക്കാരൻ ഊതുമ്പോൾ മറ്റേ അറ്റത്ത് നിന്ന് ആദ്യ വഴി നടക്കാരൻ പുറമേക്ക് വഴിയുന്നു സ്വരധാരയായി. ഒരറ്റത്ത് നിന്ന് അവസാന വഴി നടക്കാരൻ ഊതുമ്പോൾ മറ്റേ അറ്റത്ത് നിന്ന് ആദ്യ വഴി നടക്കാരൻ പുറമേക്ക് വഴിയുന്നു സ്വരധാരയായി. മാറ്റുലി കേരളത്തിൽ യുവാക്കൾക്കിടയിൽ ക്രിമിനൽ മനോഭാവം വർദ്ധിക്കുന്നുണ്ടെന്ന നിരീക്ഷണം പ്രസക്തമാണ്. ലഹരി ഇതിന് കാരണമാകുന്നതായും നിരീക്ഷണമുണ്ട്. നമ്മുടെ യുവത്വം അപകടകരമാം വിധം ക്രിമിനൽ വൽക്കരിക്കപ്പെടുന്നുണ്ടോ? മാറ്റുലിയിലേക്ക്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ലഹരി എന്നുള്ളത് വ്യാപകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാർ കുട്ടികൾ, അതിൽ ആണെന്നും ഭേദമില്ല പെണ്ണെന്നും ഭേദമില്ല. ഇന്നത്തെ തലമുറ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായിട്ട് നമ്മുടെ നിയമങ്ങളൊക്കെ ശരിക്കും പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമങ്ങളൊന്നും അത്ര കടുത്ത ശിക്ഷകൾ കൊടുക്കുന്ന നിയമങ്ങളൊന്നും ഇല്ല. ശരിക്കും ലഹരി കേസിലൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ ജാമ്യം എടുക്കാനും ഇതിനൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ പിള്ളേരെ സംബന്ധിച്ച് പിള്ളേർക്കും അതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള ഒരു തോന്നൽ വന്നു തുടങ്ങി. പിന്നെ ഈ കഞ്ചാവ് പോലുള്ള സാധനങ്ങളല്ല ഇപ്പോൾ ഈ യുവതലമുറ ഉപയോഗിക്കുന്നത്, മാരകമായ രാസലഹരികളാണ്. അതിനെതിരെ ശക്തമായിട്ട് തന്നെ ഗവൺമെൻറ് രംഗത്ത് വരണം, കടുത്ത ശിക്ഷകൾ വേണം, നല്ലൊരു ബോധവൽക്കരണം വേണം. അത് ഈ സമൂഹത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാവിയിലെ വാഗ്ദാനങ്ങളാണ് നമ്മളുടെ യുവതലമുറ. ഈ യുവതലമുറ ഇങ്ങനെ പോകുന്നു എങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഒരു രക്ഷയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. സമൂഹം നശിക്കുള്ളൂ. പണ്ടത്തെ പോലെയുള്ള ആ സുഹൃത്ത് ബന്ധങ്ങളും, ഇപ്പോൾ സുഹൃത്തിനെ പോലും ഒന്നിച്ച് നടന്നു പോകുന്ന സുഹൃത്തിനെ പോലും വെട്ടിക്കൊല്ലാൻ മടിയില്ലാത്തൊരു പിള്ളേരായി ഇന്നത്തെ സമൂഹം മാറി. അതിലൊരു മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ. നല്ലൊരു ബോധവൽക്കരണം വേണം. അതിന് അധികാരികൾ അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാറ്റുലി. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ബജറ്റിനെതിരെ CPM പ്രതിഷേധം. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ CPMന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം. കേരളത്തെ പരിഗണിക്കാത്ത കേന്ദ്ര ബജറ്റ് മലയാളികളോടുള്ള വെല്ലുവിളി മാത്രമല്ല, രാജ്യത്തിന്റെ ഭരണഘടനയോട് കാണിക്കുന്ന വെല്ലുവിളിയാണെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. കേരളം എന്ന പേരില്ലാത്ത ആദ്യ കേന്ദ്ര ബജറ്റാണിതെന്നും AK ബാലൻ. തൃശൂർ പൂരം എക്സിബിഷന് വെല്ലുവിളിയായി സമാന്തര പ്രദർശനം നടത്താനൊരുങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പ്രദർശനത്തിന് സമാന്തരമായി എക്സിബിഷൻ നടത്താൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് നീക്കം തുടങ്ങി. പ്രദർശനത്തിനായി ബോർഡ് ടെൻഡർ ക്ഷണിച്ചു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ചും പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നത് സംബന്ധിച്ചും വിലയിരുത്താൻ മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പട്ടാമ്പിയിൽ യാതൊരു കാരണവശാലും കുടിവെള്ളം മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന് MLAയുടെ നിർദ്ദേശം. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കാനും യോഗത്തിൽ തീരുമാനം. പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡ് നവീകരണത്തിന് ഭരണാനുമതി. റോഡ് നവീകരിക്കുന്നത് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി. പാത നവീകരണം 6 കോടി രൂപ ചെലവിൽ. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ്. മുണ്ടൂർ കീഴ്പ്പാടം വാർഡിൽ LDFന് ഉജ്ജ്വല വിജയം. CPMലെ PB പ്രശോഭ് വിജയിച്ചത് 346 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. കുന്നംകുളം ചൊവ്വന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനത്തിനിടെ പടക്കത്തിൽ നിന്ന് തീപ്പൊരി തെറിച്ചു വീണ് പറമ്പിലെ ഉണങ്ങിയ പുല്ലിൽ തീപിടിച്ചു.
പത്തിരിപ്പാല ടൗണിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം നടപ്പിലാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആവശ്യമുയർന്നത് സൗഹൃദവേദി പത്തിരിപ്പാല ഏരിയ പ്രവർത്തക സമിതി യോഗത്തിൽ. തരം താഴ്ത്തപ്പെട്ട മങ്കര റെയിൽവേ സ്റ്റേഷനെ കാളിക്കാവ് റെയിൽവേ ഗേറ്റിനു സമീപത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നും ആവശ്യം. മഹാശിവരാത്രി ആഘോഷത്തിന് നാടൊരുങ്ങി. ക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികൾ. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ ലക്ഷം നെയ്ദീപ സമർപ്പണത്തിന് ഒരുക്കങ്ങളായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.